സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും ഏറ്റവും നല്ല ഘടനയോടുകൂടി നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ അനേക സ്ഥലങ്ങളിൽ അവന്റെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് പ്രത്യേകമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം, നമുക്കെല്ലാം ഏറെ ഇഷ്ടമുള്ള സൂറത്തുർ റഹ്മാൻ. അള്ളാഹു അധ്യായം ആരംഭിക്കുന്നത് അർ-റഹ്മാൻ, പരമകാരുണികൻ. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബ്ഹ് നമസ്കാരത്തിലെ 2-ാമത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും ഓതാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത സൂറത്തുൽ ദഹർ, സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്നുള്ള നാമം തന്നെ ആ സൂറത്തിനുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്, കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തിൽ നിന്നും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു അവിടെയും പഠിപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ, ബാഹ്യമായ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പരാമർശിച്ചത്. നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും നമ്മുടെ ശരീരത്തിന്റെ സന്ധികളും അതിന്റെ ചലനങ്ങളുമെല്ലാം എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഒരാളുടെയും അതിലേക്കുള്ള യാതൊരു രൂപത്തിലുള്ള അവരുടെ പങ്കുമില്ലാത്ത രൂപത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ബീജം തമ്മിൽ ചേർന്ന് അത് ഗർഭാശയത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ എല്ലാ രൂപവും മനുഷ്യന് അവിടെ വെച്ചുണ്ടായിത്തീരുകയാണ്. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വെറും ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് തെറിച്ചു വീഴുന്ന വെള്ളം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ആ ഇന്ദ്രിയത്തിൽ, ബീജത്തിൽ, വെള്ളത്തുള്ളിയിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം ഒരുപാട് ചിന്തിക്കാനുള്ളതാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ സങ്കീർണമായ നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ. നമ്മൾ നാവിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു നൽകിയ വലിയ നിഅമത്തായ നാവ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ നാവിലാണ് രസമുകുളങ്ങളുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു, 82 തരം ബിരിയാണിയുടെ റെസിപ്പി എന്നാണ്. 82 തരം ബിരിയാണിക്കും 82 തരം ടേസ്റ്റുകളാണ്. 99 തരം ജ്യൂസുകൾ എന്ന് പറഞ്ഞ് കടകളിൽ എഴുതി വെക്കാറുണ്ട്. ആ 99 ജ്യൂസിനും 99 തരം രുചികളാണ്. ഈ രുചികളെയെല്ലാം വ്യത്യസ്തമായി മനസ്സിലാക്കാൻ പാകത്തിലുള്ള നാവ് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. ഈ നാവ് രുചിയറിയാനും സംസാരിക്കാനും മാത്രമല്ല, നമ്മൾ വായിലിട്ടുകൊണ്ട് ചവയ്ക്കാൻ, ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി നമ്മുടെ നാവ് ആവശ്യമാണ്. ആ ഭക്ഷണത്തെ നമ്മുടെ തൊണ്ടയിലേക്ക് തള്ളുന്നത് നമ്മുടെ നാവാണ്. പക്ഷെ നമ്മളാരും അത് അറിയുന്നില്ല. നാവ് തൊണ്ടയിലേക്ക് തള്ളുമ്പോഴാണ് ആ ഭക്ഷണം നമ്മുടെ തൊണ്ടയിലേക്ക് പോകുന്നത്. ആ തൊണ്ടയിലേക്ക് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ
നമ്മുടെ പാൽപ്പാട പോലെ അവിടെ ചെറിയൊരു പാടയുണ്ട്. അത് നമ്മുടെ ശ്വാസനാളത്തെയും അന്നനാളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെറിയ ഒരു പാടയാണ്. വെറുതെയൊന്ന് നഖം കൊണ്ട് തോണ്ടിയാൽ പോലും പൊട്ടിപ്പോകുമാറ് നേർത്ത ഒരു പാട കൊണ്ടാണ്. ചെറിയ കഴുത്താണല്ലോ, അതിൻ്റെ ഉള്ളിലും ഒരുപാട് അവയവങ്ങളുണ്ടല്ലോ, ആ തൊണ്ടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ വളരെ ചെറിയൊരു പാടയാണുള്ളത്. എപ്പിഗോട്ടിസ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ, ആ ഭക്ഷണം തൊണ്ടയിലേക്ക് നാവ് തള്ളുമ്പോൾ അവിടെ ശ്വാസനാളം മൂടിക്കളയുകയാണ്. തരിപ്പിൽ പോവുക എന്ന് നമ്മൾ പറയാറുണ്ട്. ചെറിയ ഒരു അനക്കമുണ്ടായാൽ പോലും, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും, ചെറിയ മക്കളൊക്കെ ഉമ്മയുടെ പാല് കുടിക്കുമ്പോ തരിപ്പിൽ പോകാറുണ്ട്. പാല് ശ്വാസനാളത്തിലേക്ക് കടന്നിട്ട് മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പോകാതിരിക്കാൻ അവിടെ ഒരു അടപ്പ് ടിഷ്യൂ വന്നിട്ട് അവിടെ അടപ്പിടുകയാണ്. നിമിഷങ്ങൾ കൊണ്ട് ഇതെല്ലാം സംഭവിക്കണം. ആ ഭക്ഷണം എന്നിട്ട് അന്നനാളത്തിലൂടെ തന്നെ പോകണം, ശ്വാസനാളത്തിലേക്ക് പോകാൻ പാടില്ല. മനുഷ്യന്റെ ലൈംഗികാവയവം അങ്ങനെ തന്നെയാണ്. ചെറിയ ഒരു പാടയിലൂടെയാണ് ശുക്ലസ്ഖലനവും മൂത്രസ്ഖലനവും തമ്മിലുള്ള വേർതിരിവുണ്ടാകുന്നത്. നമ്മുടെ ഉമ്മമാര് നമ്മെ പ്രസവിക്കുമ്പോൾ അവരുടെ ആ ശുക്ലസ്ഖലനം നടക്കുന്ന ഭാഗത്ത് അവിടെ വികസിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തേക്ക് വരുന്നത്. ചെറിയ ഒരു പാട കൊണ്ടാണ് അവിടെയും വേർതിരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള അവസ്ഥകളാണ്. ഭക്ഷണം അന്നനാളത്തിലേക്ക് പോകുമ്പോൾ ആ അന്നനാളത്തിലൂടെ നമ്മുടെ ഭക്ഷണം ആമാശയത്തിലേക്ക് ഇറങ്ങുകയാണ്. ആമാശയത്തിലേക്ക് പോകുന്ന ഭക്ഷണം അവിടെ ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ദഹനരസങ്ങൾ വായിലുമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പേസ്റ്റാക്കി മാറ്റുന്നു. ആ പേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ മുഴുവനായിട്ട് ആകുന്നത് വരെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം നമ്മുടെ ആമാശയത്തിലുണ്ട്. എന്നിട്ട് ഭക്ഷണം കൃത്യമായി പേസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ആ ഭക്ഷണത്തെ ചെറുകുടലിലേക്ക് ആമാശയം അവിടെ തുറന്നു വിടുകയാണ്. അത് പേസ്റ്റായി കൃത്യമാകുന്നത് വരെയും തടഞ്ഞു നിർത്തുന്നു. അത് ആയിക്കഴിഞ്ഞാൽ അവിടെ ആ തടവ് ഒഴിവാക്കിയിട്ട് ഭക്ഷണത്തെ ചെറുകുടലിലേക്ക് ഒഴുകാൻ വേണ്ടി അനുവദിക്കുന്നു. ആ ഭക്ഷണം ചെറുകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭിത്തികൾ അതിൽ നിന്ന് പോഷകങ്ങളെയും അതേപോലെ അതിലുള്ള വെള്ളത്തെയും അതിലുള്ള വേസ്റ്റുകളെയും വേർതിരിക്കുന്നു. അത് മൂന്നായിട്ട് വേർതിരിക്കുന്നു. എന്നിട്ട് വേസ്റ്റിനെ അത് വൻകുടലിലേക്ക് പറഞ്ഞയക്കുന്നു. എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്! ആ വേസ്റ്റിനെ എന്നിട്ട് വൻകുടൽ മലമാക്കി മാറ്റിയിട്ട് അതിന്റെ ഭാഗത്തേക്ക് മലാശയത്തിലേക്ക് ആ വേസ്റ്റിനെ മലമാക്കി മാറ്റി അങ്ങോട്ട് തള്ളുന്നു. അത് പിന്നീട് അവിടെ നിന്നുമാണ് പുറത്തേക്ക് മാലിന്യമായിട്ട് മലമായിട്ട് പോകുന്നത്. എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ വൃക്ക! ഒരു മനുഷ്യന്റെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ ഈ മുഷ്ടി ചുരുട്ടിയതിന്റെ മാത്രം വലിപ്പമുള്ളതാണ് നമ്മുടെ 2 വൃക്കകൾ. അതിന്റെ ഒരുപാട് ജോലികൾ അത് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ രക്തത്തെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ രക്തത്തെ ഫിൽട്ടർ ചെയ്തിട്ട് ആ വേസ്റ്റ് മൂത്രസഞ്ചിയിലേക്ക് തള്ളുന്നുണ്ട്. ആ രക്തം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിൽ നിന്ന് ഞരമ്പുകളിലൂടെ രക്തം വൃക്കയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ശുദ്ധീകരിക്കണം. ആ രക്തം ശുദ്ധീകരിച്ചിട്ട് പിന്നീടത് ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നിട്ട് ആ ഹൃദയമാണ് വിവിധ ഞരമ്പുകളിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായ ആ രക്തത്തെ നൽകുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഹൃദയമാണ്. അങ്ങനെ വിശദീകരിച്ചാൽ തീരാത്ത ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ, രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന ഞരമ്പുകൾ, ആ ഞരമ്പുകൾ 60,000 മൈൽ നീളമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി, നമ്മൾ വസിക്കുന്ന ഭൂമി, ഈ ഭൂമിയെ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വരിയാൻ മാത്രം വലിപ്പം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഞരമ്പുകളെ ഇങ്ങനെ നിവർത്തി ഏറ്റുവെച്ച് കഴിഞ്ഞാൽ
ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റാൻ മാത്രമുള്ള നീളമുണ്ടാകും എന്നാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ളതാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? അതാണ് അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ റസഖക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആഹാരം നൽകിയിരിക്കുന്നു. ആഹാരം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്ലേറ്റിൽ ആഹാരം ഉണ്ടായാൽ മാത്രം പോരാ, ആ ആഹാരം കഴിക്കാനും ഈ ശരീരത്തിലുള്ള ഒരുപാട് ദഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ ആ ഭക്ഷണങ്ങളെ പോഷകങ്ങളാക്കി മാറ്റുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മാലിന്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ വലിയ പീസൊക്കെ വിഴുങ്ങാറുണ്ട്. ചവച്ചാൽ ചവയാത്തത്, നമ്മുടെ പല്ലുകൊണ്ട്, ഇത്രയും മൂർച്ചയുള്ള പല്ലുകൊണ്ട് ചവച്ചിട്ട് ചവയാത്തത് വിഴുങ്ങുന്ന ആളുകളുണ്ട്. അത് വിഴുങ്ങിയാലും അത് പേസ്റ്റാക്കി മാറ്റാൻ മാത്രമുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ശരീരത്തിന് പേസ്റ്റാക്കാൻ കഴിയാത്തത് അതേ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇത് മാത്രമല്ല, നമ്മൾ കല്ല് വിഴുങ്ങിയാൽ കല്ല് അതേപോലെ പുറത്തേക്ക് പോകും. എന്നാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന കോഴികളും പ്രാവുകളുമെല്ലാം അതിന്റെ ഭക്ഷണത്തിൽ കല്ലുകൾ ഉൾപ്പെടുത്താറുണ്ട്. പ്രാവിനെ വളർത്തുന്ന, കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് അതിനുള്ള ഫുഡ് വാങ്ങുമ്പോൾ കടകളിൽ പ്രത്യേകമായിട്ട് വെങ്കാരം കല്ലുകൾ അവക്ക് ഭക്ഷണമായി കൊടുക്കാൻ വേണ്ടി വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവകളുടെ വയറ്റിലേക്ക് പോകുന്ന കല്ലുകൾ പോലും ദഹിക്കാനുള്ള സംവിധാനം അതിന്റെ ശരീരത്തിനകത്തുണ്ട് എന്നാണ്. അപ്പൊ എന്തൊരു സംവിധാനമാണ് എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അതാണ് അല്ലാഹു അവൻ റാസിഖാണ് എന്ന് പറയുന്നത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം തരണേ എന്ന് പറയുമ്പോ, നമസ്കാരത്തിൽ നമ്മളിങ്ങനെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പറയുമ്പോ ആ ഭക്ഷണം തരണേ എന്ന് പറയുമ്പോ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമ്മളൊക്കെ തുമ്മാറുണ്ടല്ലോ, നമ്മൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. ഒരാൾ തുമ്മുമ്പോൾ സാധാരണ നമ്മൾ ശ്വാസം കഴിക്കുന്നുണ്ട്. ഈ ശ്വാസം കഴിക്കുന്നതിന്റെ 25 ഇരട്ടിയിലാണ്, പവറിലാണ് നമ്മൾ ആ സമയത്ത് ശ്വാസം കഴിക്കുന്നത്, തുമ്മാൻ വേണ്ടി ശ്വാസം കഴിക്കുന്നത്. ആ സമയത്തുള്ള ആ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 125 കിലോമീറ്റർ വേഗതയാണ്. നമ്മളൊരു ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ, കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 60 കിലോമീറ്റർ വേഗതയിലും അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്റർ വേഗതയിലും പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആള് പറയും ഒന്ന് പതുക്കെ പോകണമെന്ന് പറയും. കാരണം ബേജാറാണ്. 60-70 സ്പീഡിൽ പോകുമ്പോൾ 125 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം ആ സമയത്ത് നടക്കുന്നത്. 40,000 മുതൽ 1,00,000 വരെയുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകളാണ് ആ സമയത്ത് പുറത്തേക്ക് പോകുന്നത്. എന്തിനാണ് ഈ സംവിധാനം നമ്മുടെ ശരീരത്തിൽ? എന്നിട്ട് നമ്മൾ പറയും അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, ആ മാലിന്യത്തെ പുറത്തേക്ക് തള്ളാൻ എന്നെ അനുവദിച്ച അതിനുള്ള സംവിധാനം എനിക്ക് നൽകിയ റബ്ബേ നിനക്ക് സ്തുതി എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്നുള്ള ആലോചനകൾ നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ ശരീരം മരിച്ചു പോയാൽ വീണ്ടും നമ്മൾ ജനിക്കുമോ? ഒരു പുനർജീവനം ഉണ്ടാകുമോ? ഒരു പരലോകമുണ്ടാകുമോ എന്നെല്ലാം പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകാറുണ്ട്. ഒരു മനുഷ്യന് അവന്റെ ആമാശയം, നമ്മൾ പറഞ്ഞല്ലോ, ആമാശയം ഭക്ഷണം ആദ്യമായി സ്വീകരിക്കുന്നത് ആമാശയമാണ്. നമ്മുടെ ആമാശയം 4 ദിവസത്തിനുള്ളിൽ മാറ്റപ്പെടുന്നുണ്ട് എന്നാണ്. 4 ദിവസം മുമ്പുണ്ടായിരുന്ന ആമാശയമല്ല ഇന്ന് എന്റെ ശരീരത്തിൽ ഉള്ളത് എന്നർത്ഥം. അതിങ്ങനെ ചേഞ്ച് ആക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ആമാശയത്തിന്റെ കോശങ്ങൾ ഓരോ 5 മിനിറ്റിലും മാറ്റപ്പെടുന്നുണ്ട്. അതേപോലെ 150 ദിവസത്തിനുള്ളിൽ പുതിയ കരൾ നമുക്കുണ്ടാവുന്നുണ്ട്, കരട് മാറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ ചർമ്മങ്ങളുടെ പുറംപാളികൾ 28 ദിവസത്തിനുള്ളിൽ മാറ്റപ്പെടുന്നുണ്ട്. പാൻക്രിയാസിസ്, നമ്മുടെ പഞ്ചസാരയൊക്കെ നിയന്ത്രിക്കുന്ന പാൻക്രിയാസിസ് 50 ദിവസത്തിലൊരിക്കൽ അതൊക്കെ മാറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നേരത്തെ സൂചിപ്പിച്ച നാവിന്റെ രുചിമുകുളങ്ങൾ ഓരോ 10 ദിവസത്തിലും അത് ചേഞ്ച് ആക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, എല്ലുകൾ ഓരോ 10 വർഷത്തിലും ചേഞ്ച് ആക്കപ്പെടുന്നുണ്ട്, മാറ്റപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഒരു വെളിച്ചെണ്ണയുണ്ടാക്കുന്ന ഒരു മില്ലിൽ നമ്മൾ പോയാൽ അവിടെ നമ്മൾ ഇങ്ങനെ ആ മില്ലിലേക്ക്, വലിയ മില്ലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ കൊപ്രയിടുന്നു,
ആ കൊപ്ര അവിടുന്ന് അങ്ങനെ നീങ്ങിയിട്ട് പോയി വെളിച്ചെണ്ണയുണ്ടാകുന്നു. അവിടുന്ന് കുറച്ചുകൂടെ പോയിട്ട് അവിടെ പാക്കറ്റിലേക്ക് വെളിച്ചെണ്ണ പോകുന്നു. ഇങ്ങനെ അതിന്റെ പ്രോസസ് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ കാണുന്നത് എന്ന്. എന്നാൽ ആരുടെയും കൈകൾ കൊണ്ട് യാതൊരു പ്രവർത്തനവുമില്ലാത്ത രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിക്കട്ടെ, മനുഷ്യൻ നശിക്കട്ടെ. മാ അക്ഫറ, എന്താണ് അവനിങ്ങനെ നന്ദിയില്ലാത്തവനായി മാറിപ്പോയത്? അല്ലദീ ഖലഖഹു, അവൻ സൃഷ്ടിച്ചവനാണ് അള്ളാഹു, അവൻ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയവനാണ് അള്ളാഹു. എന്നിട്ടും അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനായി എന്തേ മനുഷ്യ നീ മാറിപ്പോയി, നീ നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആലോചനകൾ നമുക്കുണ്ടാവണം, ചിന്തകൾ നമ്മളിൽ ഉണ്ടാകണം. ആ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആലോചനകളിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള വിനയം നമ്മളിൽ ഉണ്ടാകണം. അതാണ് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ചവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ള വലിയ അനുഗ്രഹം കൊണ്ട് തന്നെ അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. വെറുതെയുള്ള സൃഷ്ടിപ്പല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, മരണശേഷം നമ്മിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരികയില്ല എന്നും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ഈ കാണുന്ന സകലമാന സംവിധാനങ്ങളും നമ്മുടെ ശരീരത്തിൽ ആരുടെയും കൈകൾ അതിലേക്ക് പ്രവർത്തിക്കാതെ തന്നെ ഈ രൂപത്തിൽ സംവിധാനിച്ചവനായ അള്ളാഹു നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നും ഇനി നിങ്ങൾ പരലോകത്ത് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ അധിപനായ അള്ളാഹു, യഥാർത്ഥ രാജാവായ അള്ളാഹു, യഥാർത്ഥ മലിക്കായ അള്ളാഹു, ആ അള്ളാഹു മഹോന്നതനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. റബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെ, ഉന്നതമായ അർശിന്റെ ഉടമയും അള്ളാഹുവാണ്. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ആരെങ്കിലും അള്ളാഹുവിന് പുറമെ മറ്റാരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ആരാധിക്കുകയാണ് എങ്കിൽ ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരാളും മറ്റൊന്നും ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു മനുഷ്യനും വെള്ളം നൽകിയിട്ടില്ല, ഒരു മനുഷ്യനും ആഹാരം നൽകിയിട്ടില്ല, ഒരു മനുഷ്യന്റെയും സംവിധാനങ്ങളിൽ അല്ലാഹുവല്ലാത്ത പ്രാർത്ഥിക്കപ്പെടുന്ന ഒന്നിനും പങ്കില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, ആ ആരാധിക്കപ്പെടുന്നവരുടെയും ആരാധിക്കുന്നവരെയുമെല്ലാം വിചാരണ അവരുടെ റബ്ബിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സത്യനിഷേധികൾ, കാഫിറുകൾ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല. വഖുൽ, നീ പറയണം, റബ്ബിഗ്ഫിർ, എന്റെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണം. വർഹം, എനിക്ക് നീ കരുണ ചൊരിയണം. വഅന്ത ഖൈറുർ റാഹിമീൻ, നീയാണ് കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവൻ. അതുകൊണ്ട് എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണേ എന്ന് നീ ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ എന്ന് പ്രാർത്ഥിക്കണം എന്ന്. അല്ലാഹു നൽകിയ വലിയ നിഅമത്തായ നമ്മുടെ ശരീരം നമ്മൾ ഓർക്കുകയും അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവുകയും അല്ലാഹുവിനോട് മാത്രം നമ്മുടെ പ്രാർത്ഥനകളും തേട്ടങ്ങളും അർപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ
5-ാമത്തെ അധ്യായം 32-ാമത്തെ ആയത്ത് പലപ്പോഴും നമുക്ക് അനുസ്മരിക്കാറുള്ളതാണ്. ആ ആയത്തിന്റെ ഒരു ഭാഗം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. അള്ളാഹു ഇസ്രായേല്യരോട് പറഞ്ഞ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ആരെങ്കിലും മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ ആരെയെങ്കിലും കൊന്നതിന്റെ പേരിലോ അല്ലാതെ ഒരു നിരപരാധിയെ ആരെങ്കിലും കൊല്ലുകയാണ് എങ്കിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹ, ആരെയെങ്കിലും രക്ഷപ്പെടുത്തുകയാണ് എങ്കിൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതിന് അത് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം മൊത്തം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. പഹൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തോക്കുധാരികളായ കുറെ അക്രമികൾ വന്നിട്ട് ആളുകളുടെ മതം ചോദിച്ച് അവരെ ക്രൂരമായി വെടിവെച്ച് കൊല്ലുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. 26 അതിലധികമോ ആളുകൾ അവിടെ ദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. ആമുഖമായി സൂചിപ്പിച്ച ആയത്തിൽ തന്നെ 2 വിഭാഗം ആളുകളെയാണ് പറയുന്നത്. അന്യായമായി ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. ആർക്കെങ്കിലും രക്ഷ നൽകിയാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ്. പഹൽഗാമിലെ ആ ഒരു കൂട്ടക്കൊലയുമായി അനുബന്ധമായിട്ട് ഈ 2 വിഭാഗം ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, യാതൊരു തെറ്റും ചെയ്യാതെ വിനോദയാത്രയായി കൊണ്ടുവന്ന ആളുകൾ, പല നാട്ടിൽ നിന്നും അവിടത്തേക്ക് എത്തിച്ചേർന്ന ആളുകളാണ്. അവർ കുറ്റവാളികളല്ല. അവർ ഇനി കുറ്റവാളികളായാൽ തന്നെയും ഒരു പൗരന് നിയമം കയ്യിലെടുക്കാനുള്ള യാതൊരു അനുവാദവും നമ്മുടെ രാജ്യത്തില്ല. ഇസ്ലാം അങ്ങനെ അനുവാദം നൽകിയിട്ടുമില്ല. കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് നിയമത്തിന്റെ വഴിയിലൂടെയാണ്. പലപ്പോഴും ചില കുറ്റവാളികൾ പോക്സോ കേസിലും അതുപോലെയൊക്കെയുള്ള കുറ്റവാളികളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെയൊക്കെ സ്പോട്ടിൽ തീർത്ത് കളയണം എന്നൊക്കെ നമുക്ക് കമന്റുകൾ കാണാറുണ്ട്. നിയമത്തിന്റെ വഴിയിലൂടെയല്ലാതെ ഒരാളെയും ആ രൂപത്തിൽ നമ്മുടെ പോലീസുകാർക്കോ പട്ടാളക്കാർക്കോ പോലും അങ്ങനെ കൊലപ്പെടുത്താനുള്ള അവകാശമില്ല എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ കൊന്നതിന് പകരമായിട്ടോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ നടപടിയെടുക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളാണ്. അതൊന്നുമല്ലാത്ത നിരപരാധികളായ ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ തോക്കുമായി വന്നിട്ട് ജാതി ഏതാണ്, മതമേതാണ് എന്ന് ചോദിച്ച് അവരെ വെടിവെച്ച് കൊന്ന ആളുകൾ. അവർ 26 പേരെയല്ല കൊന്നത്, ലോകത്തുള്ള മുഴുവൻ ആളുകളെയുമാണ് അവർ കൊന്നത് എന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുക. മറ്റൊന്ന് എന്ന് പറയുന്നത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു കുതിര സവാരിക്കാരൻ. അയാളുടെ കുതിരപ്പുറത്ത് നമുക്കറിയാം, ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് 10, 50, 100 രൂപ വാങ്ങിയിട്ട് അവരുടെ ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള ഒരു കുതിര സവാരിക്കാരനായിരുന്നു ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്നത്. ഈ വെടിവെപ്പ് നടക്കുമ്പോൾ ആ ഭീകരവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് എന്തിനാണ് ഈ നിരപരാധികളെ കൊല്ലുന്നത് എന്ന് ചോദിച്ച മനുഷ്യനാണ് ഈ ആദിൽ ഷാ എന്ന് പറയുന്നത്. അപ്പോഴേക്കും മറ്റൊരു സൈഡിൽ നിന്നും അയാളുടെ നെഞ്ചിലേക്ക് വെടിയേറ്റു, അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അതേപോലെ നമ്മൾ കേട്ടു മുസാഫിർ എന്ന് പറയുന്ന ഒരു കാശ്മീരിയും സമീർ എന്ന് പറയുന്ന ഒരു കാശ്മീരിയും. അവർ 2 പേരും രക്തസാക്ഷിയായ കേരളീയനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന സഹോദരന്റെ മകൾ ആരതി. ആ സഹോദരി ആ 2 ആളുകളെയും പരിചയപ്പെടുത്തിയത് ആരതി എന്ന് പറയുന്ന രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ മകളാണ്.
അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനും വെടിയേറ്റ് മോർച്ചറിയിൽ കിടക്കുന്ന തന്റെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനും തിരിച്ച് അവരെ എയർപോർട്ടിൽ യാത്രയാക്കാനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് ഈ രണ്ട് മുസ്ലിം സഹോദരന്മാരായിരുന്നു. അവസാനം യാത്രയാക്കുമ്പോൾ അള്ളാഹ് നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യാത്രയാക്കിയത് എന്നാണ് ആരതി എന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞത്. ഈ പറഞ്ഞ മൂന്നാളുകൾ, ഒരുപാട് ആളുകളുണ്ട്, അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ പേരെടുത്ത് പറയപ്പെട്ട ഈ മൂന്നാളുകളും വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവർ രക്ഷപ്പെടുത്തിയത് ഒരാളെയും രണ്ടാളെയുമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളെയുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലാണ് ഇസ്ലാമിന്റെ ഭാഷ്യം എന്ന് പറയുന്നത്. ഇസ്ലാം അക്രമത്തിന്റെ മാർഗം ഒരിക്കലും സ്വീകരിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മൃഗത്തെ ഭക്ഷണത്തിന് വേണ്ടി കോഴിയെ അല്ലെങ്കിൽ ആടിനെ അതല്ലെങ്കിൽ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ പോലും നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് കത്തി കൊണ്ട് അറുക്കണമെന്നും അതിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരാളെയും അന്യായമായിട്ട് ആക്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയാൾക്ക് ഭക്ഷണമില്ല എങ്കിൽ നിന്റെ വീട്ടിൽ നീ വയറ് നിറച്ചാൽ നീ കഴിക്കുന്നത് തീയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുന്ന് മതം നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അയൽവാസിയായ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. അയൽവാസി എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ് എന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞങ്ങളതിൽ പെട്ടവരല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ ഭീകരവാദികളല്ല എന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ടുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പല സന്ദർഭത്തിലും ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നടന്ന ഒരുപാട് കൂട്ടക്കൊലകൾ അതൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിമായിരുന്നില്ല, ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിമായിരുന്നില്ല, രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിമായിരുന്നില്ല. അതൊന്നും മുസ്ലിമീങ്ങളോ മുസ്ലിം സംഘടനകളോ അല്ല. പക്ഷേ എവിടെയെങ്കിലും കൂട്ടക്കൊലകളും ബോംബ് സ്ഫോടനവും ഉണ്ടായാൽ അത് മുസ്ലിമീങ്ങൾ മറുപടി പറയേണ്ടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാശ്മീരിൽ അക്രമമുണ്ടായപ്പോൾ ഹമാസിന്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ്. ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റിയത് ഇസ്രായേൽ എന്ന് പറയുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടുള്ളൊരു രാജ്യവും അതിന്റെ ആളുകളും അതിന്റെ പ്രധാനമന്ത്രിയും അതിന്റെ ഭരണാധികാരികളുമാണ്. പക്ഷെ അവരാണ് മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അക്രമത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എങ്കിൽ, മറ്റേതെങ്കിലും ആളുകൾക്ക് പങ്കുണ്ട് എങ്കിൽ, മറ്റേതെങ്കിലും സംഘടനകൾക്ക് പങ്കുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഒരു മുസ്ലിമിന് ഇതിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കള്ളുകുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും അതേപോലെ പിടിച്ചു പറിക്കുന്നവനും അതേപോലെ മോഷ്ടാക്കളും അതേയുള്ള ആളുകളെല്ലാം എല്ലാ മതത്തിലും ഉള്ളതുപോലെ തന്നെ അക്രമകാരികളായ ആളുകളും ക്രിമിനലുകളും എല്ലാ മതത്തിലുമുണ്ട്. മുസ്ലിമീങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടേണ്ടത്. പക്ഷേ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു സംശയമെന്ന് പറയുന്നത്, മലേഗാവ് സ്ഫോടനമുണ്ടായി ഇന്ത്യയിൽ, UPA ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ അതിന്റെ പേരിൽ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ അടച്ചിരുന്നു. മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിൽ കിടന്നിരുന്നു. ആ സന്ദർഭത്തിലാണ് ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയുടെ അദ്ദേഹം അതിലെ മേധാവിയായിരുന്നു. അദ്ദേഹം അന്വേഷണം നടത്തിയിട്ട് മറ്റൊരു ഹിന്ദു സംഘടന, തീവ്ര ഹിന്ദു സംഘടനയാണ് മലേഗാവ് സ്ഫോടനത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയുണ്ടായി. എന്നിട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു സന്യാസിനി അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് മുംബൈയിൽ സ്ഫോടനമുണ്ടാവുകയും ഹേമന്ത് കർക്കരെ അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അതൊക്കെ ആളുകളിൽ സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഗുജറാത്തിൽ അവിടുത്തെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഹരാൻ പാണ്ഡ്യ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഗോദ്ര തീവണ്ടി ദുരന്തത്തെ കുറിച്ചെല്ലാം എനിക്കൊരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം വിളിക്കാനിരിക്കുമ്പോഴാണ് പ്രഭാത സവാരിക്കിടെ ഹരാൻ പാണ്ഡ്യ കൊല്ലപ്പെടുന്നത്. അവിടെ മോദി സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷമാണ്
അദ്ദേഹത്തിന്റെ കേസ് കോടതിയിലെത്തിയ സമയത്താണ്, ആ കേസിൽ പല BJPയുടെ ആളുകളും പ്രതികളായ സന്ദർഭത്തിലാണ് ആ കേസ് കോടതിയിൽ എടുത്തിരുന്ന ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ജഡ്ജി അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആ കേസ് എടുക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പുൽവാമയിൽ അക്രമമുണ്ടായി ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്കിപ്പോഴും അറിയില്ല. സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയിട്ട് ആളുകളെ ഹരം കൊള്ളിച്ചു എന്നല്ലാതെ, വികാരം കൊള്ളിച്ചു എന്നല്ലാതെ അതിന്റെ പ്രതികളെ ആരെയും ഇതുവരെയും നമ്മുടെ സർക്കാർ ശിക്ഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ ആളുകൾക്കിടയിൽ ദുരൂഹമായ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം അക്രമങ്ങൾക്ക് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനോ മറ്റേതെങ്കിലും വിദേശ ശക്തികൾക്കോ അതിൽ പങ്കുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയായ ആളുകളെ കൊല്ലാൻ, നിരപരാധിയായ ആളുകളെ ആക്രമിക്കാൻ, നിരപരാധികളായ ആളുകളെ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടിക്കാൻ ഒരു മുസ്ലിമും അതിൽ യോജിക്കുകയില്ല, സമ്മതിക്കുകയില്ല. ഇസ്ലാമിന്റെ പാരമ്പര്യം അതിനെതിരാണ്, വിശുദ്ധ ഖുർആൻ അതിനെതിരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധചരിത്രങ്ങളും അതിനെതിരാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.